ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ നിന്നെ ഫാറയെന്നും കേട്ടോവർ. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ വിഷയങ്ങളും എന്നിലേക്ക് ചേർത്തിക്കൊണ്ട് നീ പറഞ്ഞോളൂ എന്ന് അള്ളാഹുവിൽ നിന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത രണ്ട് വരികളിലും ഇതേ ആശയമാണ് മഹാനവറുകൾ പറയുന്നത്. ചൊല്ലിയില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ ആമാനിൽ ആദന്നോവർ. ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. എൻ്റെ കാവലോടുകൂടി നീ എന്ത് വിഷയം വേണമെങ്കിലും പറഞ്ഞോളൂ, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നടപ്പിൽ വരുത്താമെന്ന് അള്ളാഹുവിൽ നിന്ന് എനിക്ക് കാവൽ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ഈ വരിയിലൂടെ പറയുന്നത്. അടുത്ത വരിയിൽ മഹാനവറുകൾ പറയുന്നത്, ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ ഫാറവൻ ഞാനെന്നോവർ. മഹാനായ ഷെയ്ഖ് അവറുകളോട് ആരെങ്കിലും വല്ല കാര്യവും ചോദിച്ചാൽ മഹാനവറുകൾ അതിന് മറുപടി പറയാറുണ്ടായിരുന്നത്, അള്ളാഹുവിൽ നിന്നുള്ള സമ്മതം വന്നാൽ ഞാൻ ഇതിന് മറുപടി പറയാം, അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് വന്നാൽ ഞാൻ ഇതിന് മറുപടി പറയാം എന്നായിരുന്നു മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും പറയുവാനുമൊക്കെ അമ്പിയാക്കൾക്ക് വഹ്യ് നൽകാറുണ്ട്. അത് മലക്കുകൾ മുഖേനയാവാം, അല്ലാതെയാകാം എന്നൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ അമ്പിയാക്കളല്ലാത്ത സ്വാലിഹീങ്ങൾക്ക്, ഔലിയാക്കൾക്ക് അള്ളാഹു ദിവ്യബോധനം നൽകിയത് അത് അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെയോ മറ്റോ ഒക്കെ അള്ളാഹു തആല ദിവ്യബോധനം നൽകിയത്, അറിയിപ്പുകൾ നൽകിയത് അമ്പിയാക്കളല്ലാത്തവർക്ക് നൽകിയ സംഭവങ്ങളും വിശുദ്ധ ഖുർആനിൽ ധാരാളമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ആശയങ്ങളാണ് ഈ മൂന്ന് വരികളിലൂടെ മഹാനായ ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്.